അപ്പൊ റെഡി അല്ലേ? റെഡിയാണ്. അല്ല അടികൊള്ള റെഡി അല്ലേന്നാണ്. സിക്സർ മഴക്കാരം ഞങ്ങള് തിരിച്ചടിക്കും. എന്ത് തിരിച്ചടിക്കും നോക്ക്. ആരൊക്കെ അടിച്ചാളും നോക്ക്. ട്രാവിസ് ഹെഡ്, പിന്നെ അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ, ഹെൻറി ക്ലാസൻ, ഇവരൊക്കെ കഴിഞ്ഞുള്ള ആൾക്കാർ അതേപോലെ ഉണ്ട്. പ്ലസ് ഞങ്ങൾ ഇഷാൻ കിഷനെയും കൂടി കൊടുത്ത് ഇന്ന് അടിയോട് അടിയും കുറിയ മുംബൈയിൽ നിന്ന് കച്ചറുണ്ടാക്കി വന്നല്ലേ. ഇന്ന് അടിയോട് അടിയും കുറിയ കഴിഞ്ഞാണ്. ഞങ്ങൾ തീരുണ്ടല്ലോ അതേപോലെ തന്നെ അടിക്ക് നിങ്ങൾക്ക് അടിക്ക് തിരിച്ചടിയാണ് ഞങ്ങൾ. ആരൊക്കെയാണ് പറഞ്ഞത്? ആരാണ്? ജയ്സ്വാൾ ഉണ്ട്, സഞ്ജു ഉണ്ട്, പരാഗ് ഉണ്ട്, ജുറേൽ ഉണ്ട്, ഹെറ്റ്മേർ ഉണ്ട്. ഇനി വേണം സഞ്ജു ഒക്കെ അല്ലേ എത്ര അടിച്ചാ ഏതൊരു അടിച്ചു നമുക്കറിയാം. ഫുൾ സെഞ്ചുറി ഇല്ല, ഇന്റർനാഷണൽ ഫുൾ സെഞ്ചുറി. ആ സെഞ്ചുറിന്റെ ഇടക്കിടക്ക് കുറെ ഡെക്കുകൾ ഉണ്ടായിരുന്നു. സെഞ്ചുറി ഡെക്ക് ഇങ്ങനല്ലേ മൂപ്പർ എങ്ങനെയുള്ളൂ. ഒന്നിന് സെഞ്ചുറി അടിക്കും അല്ലെങ്കിൽ പിന്നെ അതാണ് പറഞ്ഞത്. ഞങ്ങൾ പറയല് കൺസിസ്റ്റൻസിന്റെ പ്രശ്നം ഉണ്ട് എന്നല്ലേ. അത് പറയുമ്പോ ഇതിപ്പോ എല്ലാ കൊല്ലം IPL നമ്മൾ കാണണം. ആദ്യം കുറച്ച് കത്തിച്ചു പിന്നെ കഴിയും, അത്രല്ലേ ഉള്ളൂ. അല്ല ഞങ്ങൾ ഇന്ന് രാജസ്ഥാന് പുതിയ തന്ത്രങ്ങളുമായിട്ട് യുവത്വത്തിന്റെ തന്ത്രങ്ങളും പരാഗ് ഉഷാറായിരും. അതാണ് നിങ്ങളെ ക്യാപ്റ്റനും പരാഗാണല്ലോ. സൂപ്പർ ഉഷാറായില്ലേ ഇപ്പൊ. നല്ല നല്ല ഫോമിൽ നിൽക്കണേ, കത്തി നിൽക്കണേ. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സഞ്ജു ക്യാപ്റ്റനായിട്ട് ഗ്രൗണ്ടിൽ ഇല്ല. സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങൂലേ. മൂപ്പർക്ക് ഇപ്പൊ കീപ്പിങ്ങിന് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മൂപ്പര് ഒഴിഞ്ഞു നിൽക്കണേ. നിങ്ങളെ ക്യാപ്റ്റൻ പേടിച്ചിട്ട് ഇറങ്ങണില്ല. അതുകൊണ്ട് പറഞ്ഞാലേ അടി കിട്ടുന്നുണ്ട് അതൊന്നല്ല. നിങ്ങൾ അടിക്കും, നിങ്ങളെ ബാറ്റ്സ്മാൻമാരെ ഔട്ടാക്കാനുള്ള ആൾക്കാർ ആരാള്? ഞങ്ങളെ ബൗളർമാരെ 7 അയലത്ത് നിങ്ങളെ ബൗളിംഗ് ഇല്ല. ഞങ്ങൾക്ക് ആർച്ചറുണ്ട്. അത് മതി. തീപ്പന്ത് അതിനേക്കാളും വേഗത്തിൽ അപ്പുറത്ത് കിടക്കും. ഇന്റർനാഷണൽ ഇന്ത്യയിൽ ഇവിടെ കളിക്കാൻ വന്നല്ലോ, പരിണത്തിന് വന്നല്ലോ, ഇന്ത്യൻ പരിണത്തിന് വന്നല്ലോ, പിന്നെ ചാമ്പ്യൻസ് ട്രോഫി കണ്ടല്ലോ. എല്ലാരും കളിയിലല്ലേ. ഇത് IPL എന്ന് പറഞ്ഞാല് തന്ത്രങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ട്. സീസൺ കംപ്ലീറ്റ് ചെയ്യും. അനങ്ങിയാ പരിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. പിന്നെ നമുക്കൊന്നും പറയാനില്ല. പരിക്ക് വന്നപ്പോ എന്താ ഞങ്ങളെ ബൗളിങ്ങിന് എങ്ങനെയാണ് നിങ്ങൾ ഇത് താരതമ്യം? പിന്നെ ഞങ്ങൾക്ക് വിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ തന്ത്രം ലാസ്റ്റ് ആണ് ഇറക്കും. അതെ, ദേശ്പാണ്ഡെ. എന്ത് ദേശ്പാണ്ഡെ വിക്കറ്റ് എടുക്കൂല, അടി കിട്ടും, അത് കിട്ടും, അത് നോക്കണം. പക്ഷെ വിക്കറ്റ് എടുക്കൂല. വിക്കറ്റ് നല്ല വളർച്ച ആരെങ്കിലും ക്യാച്ച് ചെയ്താൽ വിക്കറ്റ് കിട്ടും. അതല്ലേ എങ്ങനെ ഒഴിവാക്കിയതാണ്. തലന്റെ ഭയങ്കര വജ്രായുധായിരുന്നു. തല അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വാരി കൂട്ടിക്കാണ്. ഞങ്ങളെ ബൗളിംഗ് ആരാണ്? പാറ്റ് കമിൻസ്. നിങ്ങൾ തൊടുവോ ഷാമി. ഞങ്ങൾ തന്ത്രപരമായിട്ട് ബാറ്റ് ചെയ്ത് കണ്ട് എങ്ങനെയെങ്കിലും ഷാമിയാണ് എടുത്തത്. ഷാമിക്ക് കിട്ടും. അതൊക്കെ ഷാമി ആ ടെസ്റ്റിലൊക്കെ ഉഷാറായി. അത് പണ്ട്. ഇപ്പൊ തുപ്പലെടുത്ത് ഞാൻ ഷാമി ഉഷാറാ. ഷാമി ആവശ്യപ്പെട്ട് കുറെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ തുപ്പലെടുക്കാനായി. ഇനി ഉണ്ടാവും ബോൾ മൂവ് ചെയ്യലൊക്കെ കൂടി. നിങ്ങളെ കൊണ്ട് കെജൂലട്ടാ. സെക്കൻഡ് ഇന്നിങ്സ് എനിക്ക് ബോൾ മാറ്റൂലേ. അതിനെന്താ ബോൾ നിങ്ങൾ തുപ്പല് വെച്ചിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യും. അപ്പൊ ഞങ്ങളെ ബാറ്റ്സ്മാൻമാരെ അടി കൊണ്ട് ബോൾ ഇവിടെ വിക്കറ്റ് എടുക്കാൻ ഹർഷൽ പട്ടേൽ ഉണ്ട്. ഹർഷൽ പട്ടേൽ ഞങ്ങൾ 4 ടച്ച് ഷെയ്സാക്കും ചെയ്യും. അങ്ങനെ തന്നെ എങ്ങനെയാണ് വിക്കറ്റ് കിട്ടിക്കാണ്ട് വലിയ ക്യാപ്പൊക്കെ മേടിച്ചു. എനിക്കിപ്പോ അതല്ല മനസ്സിലാണ്. ഈ ഉപ്പലിൽ വന്നവരൊക്കെ ഞങ്ങൾ കൊട്ടി വിട്ടിക്കണ്. അടിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അവിടുത്തെ റൺ റേറ്റ് പറഞ്ഞാൽ 10ന്റെ മേലെയാണ്. അമ്മാതിരി അടിയാണ്. ക്ലാസ്സിന് ഹെഡിനൊക്കെ അവിടെ ഇറങ്ങിയാൽ പിന്നെ പിരാന്താണ്. നിങ്ങൾ ഇതൊക്കെ താങ്ങൂന്നാ ഞാൻ ആലോചിച്ചത്. ഞങ്ങൾ താങ്ങും.